എക്സ്ക്ലൂസീവ് ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിന് നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിനെ സംബന്ധിച്ച പരാതിയിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സംസ്ഥാന ഗതാഗത കമ്മീഷൻ നിർദ്ദേശം നൽകി ഉത്തരവിട്ടു. പേരിനൊപ്പം MLA എന്ന പദവി കൂടി ചേർത്തിട്ടുണ്ട് എന്നുള്ള ആരോപണമുള്ളതിനാൽ ഡേറ്റാബേസിലെ പേര് തിരുത്തുന്നതിന് ബന്ധപ്പെട്ട ലൈസൻസിംഗ് അതോറിറ്റിക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുവാനും പ്രായപൂർത്തിയാകാത്ത ആൾക്ക് ആദ്യം ലൈസൻസ് അംഗീകരിച്ച ഉദ്യോഗസ്ഥനെ കണ്ടെത്തുന്നതിനുമുള്ള നിയമ നടപടി സ്വീകരിക്കുവാനുമാണ് ഉത്തരവ്. ഗണേഷ് കുമാറിന് 18 വയസ്സാകുന്നതിന് മുന്നെയാണ് ലൈസൻസ് നൽകിയതെന്ന് കാണിച്ച് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് കഴിഞ്ഞ ഏപ്രിൽ മാസം നൽകിയ പരാതിയും ലൈസൻസിലെ MLA എന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്ന അഡ്വക്കേറ്റ് താൻസിൽ രാജൻ മെയ് മാസം നൽകിയ പരാതിയും പരിഗണിച്ചാണ് നടപടി. ഗതാഗത മന്ത്രിയായിരിക്കെ ലൈസൻസിനെ കുറിച്ച് വീമ്പിളക്കിയ ഗണേഷ് കുമാറിന്റെ ലൈസൻസ് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗണേഷ് കുമാർ ഗൾഫിലെ ലൈസൻസ് വെച്ചിട്ട് കേരളത്തിലും ഇന്ത്യയിലും വണ്ടി ഓടിക്കുന്നതിന് പരിമിതികളുണ്ടെന്നതുൾപ്പെടെ പല മണ്ടത്തരങ്ങളും അദ്ദേഹം വിളമ്പിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിനും പേരിനൊപ്പം MLA എന്ന വിശേഷണം അനധികൃതമായി കൂട്ടിച്ചേർത്തത് KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ട പ്രകാരം 2023 ജൂലൈയിൽ ലൈസൻസ് പുതുക്കിയപ്പോഴും 2024 നവംബറിൽ ഗതാഗത മന്ത്രി എന്ന് മേൽവിലാസം മാറ്റിയപ്പോഴും MLA എന്ന് പേരിനൊപ്പം കൂട്ടിച്ചേർത്താണ് അപേക്ഷ നൽകിയത്. ഇതിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി സത്യവാങ്മൂലവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആധാർ വെളിപ്പെടുത്തുന്ന അംഗീകൃത തിരിച്ചറിയൽ കാർഡുകളിൽ ഉള്ളതുപോലെ വേണം ലൈസൻസിലെ പേര്. മുൻ ഗതാഗത മന്ത്രി കൂടിയായ ഗണേഷ് കുമാർ ഇത് ലംഘിച്ച് വിവാദമായിരുന്നു. പത്രസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ താൻ അറിയാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ MLA എന്ന് ചേർത്തതാണെന്നായിരുന്നു മറുപടി. അദ്ദേഹത്തിന്റെ ഈ വാദം പൊളിക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ. MLA വിശേഷണത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് സാരഥി സോഫ്റ്റ്വെയറിൽ ഗണേഷ് കുമാർ സമർപ്പിച്ച സത്യവാങ്മൂലവും വ്യക്തമാക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അപേക്ഷകന് നോട്ടീസ് നൽകി വിശദീകരണം തേടി നടപടിയെടുക്കണമെന്നാണ് വ്യവസ്ഥ. തിരുവനന്തപുരം RTO ഓഫീസിലാണ് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് രേഖകളുള്ളത്. വിശദീകരണം ആവശ്യപ്പെട്ട RTO കത്തയച്ചാൽ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി CP ജോണിനാകും കിട്ടുക. കാരണം തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തം വീടുണ്ടായിട്ടും ഗതാഗത മന്ത്രി എന്ന സെക്രട്ടേറിയറ്റിലെ മേൽവിലാസമാണ് ഗണേഷ് കുമാറിന്റെ ലൈസൻസിലുള്ളത്. സ്ഥിരതാമസക്കാർക്ക് അതേ സ്ഥലത്ത് താൽക്കാലിക മേൽവിലാസം കൂട്ടിച്ചേർക്കാൻ അനുവദിക്കരുതെന്നാണ് വ്യവസ്ഥ. മാത്രമല്ല, മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് പ്രായപൂർത്തിയാകും മുൻപ് ലൈസൻസ് നൽകിയ വിഷയത്തിൽ നിയമോപദേശം തേടാൻ മോട്ടോർ വാഹന വകുപ്പും 40 വർഷങ്ങൾക്ക് മുൻപ് ഗണേഷിന് ലൈസൻസ് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന് വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. പിന്നീട് സാരഥി പ്ലാറ്റ്ഫോം വരെ വലിയ സാങ്കേതിക മാറ്റങ്ങൾ ഉണ്ടായിട്ടും വിഷയം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇത്രയും കാലം മുൻപ് നടന്ന കാര്യമായതിനാലാണ് നിയമോപദേശം തേടുന്നതെന്ന് ഗതാഗത കമ്മീഷൻ C നാഗരാജു അറിയിച്ചു. ലൈസൻസിൽ ഗണേഷ് കുമാറിന്റെ പേരിനൊപ്പം MLA എന്ന് എഴുതിയിരിക്കുന്നത് മാറ്റി ആധാറിലുള്ള പേരാക്കാനും വകുപ്പ് നടപടി ആരംഭിച്ചു. സാരഥി സോഫ്റ്റ്വെയർ നിലവിൽ വന്ന 2019 മുൻപാണ് ഗണേഷ് കുമാറിന്റെ ലൈസൻസിൽ പേരിനൊപ്പം MLA എന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ലൈസൻസിലെ വിവരങ്ങൾ പ്രകാരം ഗണേഷ് കുമാറിന്റെ ജനനത്തീയതി 1966 മെയ് 25 അദ്ദേഹത്തിന് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് 1984 ഫെബ്രുവരി 13 ഇതനുസരിച്ച് ലൈസൻസ് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് 17 വയസ്സും 8 മാസവും മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് നൽകാൻ പാടുള്ളൂവെന്നാണ് നിയമം. ഗണേഷിന്റെ ലൈസൻസിന് 2028 ജൂലൈ 10 വരെയാണ് കാലാവധി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.